ആ കയറി കയറി വേഗം ആവട്ടെ വേഗം ആവട്ടെ വേഗം വേഗം. അവിടെ ടിക്കറ്റ് ടിക്കറ്റ് കറുവാലിക്കുന്നു. ഓ ഇതാ ആ ബസ് ഇവിടം വരെ ഉള്ളൂ. എല്ലാവരും ഇറങ്ങിയാട്ടെ. ആ വേഗം ആവട്ടെ. ആ വേഗം 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 ഇറങ്ങിയാട്ടൊന്ന് വേഗം. മാവോ സൂക്ഷിച്ച് ഇറങ്ങിയാട്ടെ. ആ ശേ ഇയാൾ വിളിച്ച് പോയില്ലേ ചേട്ടാ? ഒന്ന് അണിറ്റാട്ടെ. ബസ് ഇവിടം വരെ ഉള്ളൂ. അതിന് കറുവാലിക്കുന്നായില്ലല്ലോ. കറുവാലിക്കുന്നിന് ഉച്ചതിരിഞ്ഞ് ഹർത്താല. നമ്മുടെ സർവീസ് ഇടം വരെ ഉള്ളൂ. വേഗം ഇറങ്ങി പോയാട്ടെ. മാനുഷ്യരെ മനക്കെടുത്താൻ നമ്മുടെ നാട്ടിൽ മുക്കിന് മുക്കിന് അർത്ഥമില്ല. ചത്തതിന് ചാവാത്തതിന് മുക്ക് അർത്ഥം പണ്ടാറും. സിറ്റിന്ന് വാങ്ങിച്ചാൽ മതിയായിരുന്നു. മനോര, നീ ഇന്ന് വീട്ടിലായല്ലേ? രണ്ടെണ്ണമെങ്കിലും അടിക്കാതെ ഇന്നെങ്ങനെ വീട്ടിൽ പോവും? അതേ കണാരട്ടാ, ഇത് വലിയ ചതിയായിപ്പോയി. നമ്മുടെ കുട്ടപ്പനെന്തേ? ആര്? ബ്ലാക്ക് കുട്ടപ്പന? ആ, അവന് ചാകരയല്ലായിരുന്ന ചാകര. 5 മണി ആയപ്പോഴേ കയ്യിലുള്ള സ്റ്റോക്ക് മുഴുവൻ തീർന്നു. ഇനിയിപ്പോ കുന്നു കയറണം. ഔത്തങ്ങളുടെ കൈ വല്ലതും കാണുമായിരിക്കില്ലേ? മനോര, വേണ്ടാത്ത പണിക്കൊന്നും പോകരുതേ. വണ്ടി പോയിട്ടുണ്ട്. റെയ്ഡാണെന്നാ തോന്നുന്നേ. നല്ല മഴക്കോട് വരുന്നുണ്ട്. നേരത്തെ വീട്ടിൽ കയറാൻ നോക്ക്. ഒരു നേരം കഴിച്ചില്ലാന്ന് വെച്ചേ ആകാശമൊന്നും ഇടിഞ്ഞു വിടാൻ പോകുന്നില്ല. വീട്ടിലമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. പോ 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 പോ. എന്റെ ഈശ്വര, എന്തൊരു മഴയായത്! ഇതാ ഇരിക്ക. ഞാൻ പലവട്ടം നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ കിട്ടുന്ന കാശിനൊരു കുട വാങ്ങിക്കാൻ. ഇനി അങ്ങോട്ട് മഴക്കാലം അല്ലേ. മോൻ പോയി തുണിയൊക്കെ മാറി, അമ്മ ചോറ് വിളമ്പ. എത്ര കാലമായിടാ നീ ഇതുപോലെ ഇരുന്ന് കഴിച്ചിട്ട്? അതെ അമ്മ, ഇന്നത്തെ ചോറിനും കറിക്കൊക്കെ ഒരു പ്രത്യേക ഇതൂടെ അങ്ങ് കഴിക്കും. മതി. മോനെ, എന്നും നിനക്ക് ഇതുപോലെ വന്ന് കേറിക്കൂടെ?
എന്താ ഉള്ളേ? രാത്രി ഉറക്കൊന്നുമില്ലേ? എന്നെ കാത്തിങ്ങനെ ഉമ്മറത്ത് വന്ന് നിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അതിന് ഞാൻ കൈപ്പിള്ളയൊന്നുമല്ലല്ലോ. അയ്യോ, ഇനി വന്ന് വീഴണ്ട, ഇവിടെ വന്നിരിക്കെ. അങ്ങനെ എന്നെ ഇരുത്താൻ നോക്കൊന്നും വേണ്ട. അതറിയാലോ അല്ലേ? ഞാൻ എന്നേ പറയുന്നു മോനെ, അവളെ പോയൊന്ന് വിളിക്കാൻ. അതെങ്ങനെയാ ബോധം വേണ്ടേ? എന്നും ഇങ്ങനല്ലേ? ഞാനാരെ ഇറക്കി വിട്ടില്ലല്ലോ, തന്നിറങ്ങിപ്പോയതല്ലേ. ഓട്ടെന്ന് മനോഹരനെ ആരും വേണ്ടതല്ലേ? നിങ്ങക്ക് പോണോ? അതോ മനോഹര വിടുന്ന് ഇറങ്ങി പോണോ? പറയാൻ നീ ഒന്നും പറയിപ്പിക്കണ്ട. പണിക്ക് പോയി കിട്ടുന്ന കാശ് മുഴുവൻ കുടിച്ചു കൂത്താടി കുടുംബം നോക്കാതെ നടന്നിട്ട് സ്വന്തം ഭാര്യയെ പിടിച്ച് തല്ലി ആരാ സഹിക്കുന്നേ? എന്നിട്ടും ആ പാവം പെണ്ണെല്ലാം സഹിച്ചു. ഓഹോ, അപ്പൊ തള്ള അവളുടെ സൈഡാണല്ലേ? മരുമോളെ വെച്ച് വാഴിക്കുന്ന ഒരു അമ്മായിമ്മ. അതേടാ, ഞാനവളെ വാഴിക്കല്ല, പൂജിക്കും. അവളീ വീടിന്റെ വിളക്കായിരുന്നു. ലോകത്ത് എവിടെയും കാണില്ല ഇതുപോലൊരു അമ്മായിമ്മ. കേട്ടില്ലേ ഒരു മരുമോളെ കുറിച്ച് പറയുന്നേ? എങ്ങനെ പറയാതിരിക്കും? നിന്നെ പോലെ ഒരുത്തനെ 10-16 കൊല്ലം സഹിച്ചില്ലേ? ഒടുവിൽ 8ഉം പൊട്ടും തിരിയാത്ത കൊച്ചിന്റെ വായിൽ മദ്യം ഒഴിച്ചു കൊടുത്തു. അപ്പോഴല്ലേ അവള് സഹിയിട്ട് ഇറങ്ങിപ്പോയത്. അവന്റെ വായി മദ്യല്ലേ ഒഴിച്ചു കൊടുത്തുള്ളൂ, വിഷമൊന്നല്ലല്ലോ. എടാ, മദ്യവും വിഷം തന്നെയാ, കുടുംബത്തെ ആകെ നശിപ്പിക്കുന്ന വിഷം. നിർത്തുകളെ. വീട്ടിൽ വന്ന് കേറുമ്പോ തുടങ്ങും ഓരോന്നായിട്ട്. ഉള്ള മനസ്സമാധാനം കൂടി കെടുത്താൻ എനിക്കാരും വേണ്ട, എന്നാരും പിടിക്കണ്ട. പോകല്ലേ. എവിടെ കൊണ്ടുപോകണ്ട? നടക്ക്. ആരാണ് ഈ മറ്റവളെ എന്നീ മഴയത്ത് കൊണ്ടിരുത്തിയിരിക്കുന്നത്? അവിടെ മൂക്കുമുട്ട കുടിച്ച് കയ്യിലിരുന്ന് കാശം കളഞ്ഞ് വല്ലവന്റെ അടിയും വാങ്ങിച്ച് വന്നിരിക്കുന്നത്. ഇതിനൊക്കെ ഏതെങ്കിലും ഓടെ വീണ് ചാവാനാണല്ലോ വിധി. എന്റെ ഈശ്വര, മോനെ തോർത്തിങ്ങെടുക്ക്. അവിടെ ഇരിക്കും. ഇരിക്കും. എന്തോന്നാടി ഈ മീൻകറി മഴവെള്ളം പോലെ ഇരിക്കുന്നത്? ഒരു വായിക്ക് കൊള്ളില്ലോടി. അരച്ചു ചേർക്കാൻ തേങ്ങയില്ലായിരുന്നു, എന്തോ അതുകൊണ്ടാ പുളിയിട്ട് വെച്ചത്. ചന്തേന്ന് നിനക്ക് തേങ്ങ വാങ്ങിക്കൂടായിരുന്നോടി? അതിന് നിങ്ങൾ എന്തോന്നാ ഇവിടെ കൊണ്ട് തരുന്നത്? ദിവസം ജോലിയുണ്ടല്ലോ, വരുമ്പോ തേങ്ങ വാങ്ങിച്ചോണ്ട് വരണമായിരുന്നു. ഓരോ ദിവസവും തള്ളി നീക്കാൻ പെടുന്ന പാട് ദൈവത്തിനറിയാം. വേണമെങ്കിൽ ഉള്ളത് കഴിച്ചിട്ട് ചെന്ന് ഉറങ്ങാൻ നോക്കാം. നിർത്തടി. നീ ആരോടാടി തർക്കുത്തരം പറയുന്നത്? മഹാഭാവി, അവിടെ വിടറ. നീ ഇവിടെ എന്തോന്നാണ് കൊണ്ടു തരുന്നത്?
ഞാൻ പണിക്ക് പോയി കിട്ടുന്ന പൈസ കൊണ്ടാ ഇതുങ്ങള് വയറ് പിഴയ്ക്കുന്നേ. നീ എല്ലാം തൊലച്ചല്ലോ എന്റെ ഭഗവാനെ. വാ മോളെ. ഏതായാലും ഈ ഓണത്തിന് ഈ കറുവാലിക്കുന്ന് നമ്മുടെ ചാലക്കുടിയേക്കാളും കടത്തു. പിന്നെ അതേ മനോഹര, എന്നാലും നമ്മളെ പോലുള്ളവർക്കൊക്കെ ഒരു വെയിറ്റ് ഉള്ളൂ. തെക്കേ കുന്നിലെ വാസന്തി ഇല്ലായിരുന്നുവെങ്കിൽ കറുവാലിക്കുന്ന് എന്നേ ഒന്നാമതായേനെ. മനോഹര, വെള്ളം തീർന്നു. മോനെ അച്ചു, അച്ചു ഇത്തിരി വെള്ളം എടുത്തോണ്ട് പോടാ. ജീവിതം തന്നെ അയാൾ മറന്നു പോയിരിക്കുന്നു എന്ന് ലക്ഷ്മി പറഞ്ഞു. അവളുടെ കാൽമുട്ടുകൾ നേരെ വന്ന് വേർതിരിക്കുന്നു. മുട്ടുകൾ രണ്ടും തിരിയിരിക്കുന്നു. ഈ വെള്ളം അങ്ങോട്ട് കൊണ്ട് കൊടുത്തിട്ട് വേഗം വാ. അത് ശരിയാ, സ്വയം നമുക്ക് ഒന്നാം സ്ഥാനം പോയത്. എടാ പക്ഷേ നീ നിന്റെ അച്ഛന്റെ തനി പാർപ്പ ഒരു സ്വല്പം അടിക്കണ. വേണ്ട, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. നീ ആള് കൊള്ളാലോടെ. ഇതൊക്കെ ആരാ നിനക്ക് പഠിപ്പിച്ചെന്ന്? സ്കൂളിലെ ടീച്ചറാ. ടീച്ചർ അങ്ങനെയൊക്കെ പറയും. നീ ഇത് പിടിച്ചേ. എനിക്ക് വേണ്ട. അതെന്താടാ അച്ചു, മാമൻ സ്നേഹം കൊണ്ട് തരുന്നതല്ലേ? അതായത് അല്പം കഴിച്ച അസുഖമൊന്നും വരില്ല, പനിയും വരില്ല, ചുമയും വരില്ല, ഒക്കെ മാറും. ഇന്നാടാ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. കോളയാ, കോക്കാ കോള. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ വേണമെങ്കിൽ എന്തോ ആയിക്കോ. എന്റെ മോനെ കൊണ്ട് നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എല്ലാവരും ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിക്കോണം. ഇത് ചാരായ ഷാപ്പല്ല. പറക്കിട മോളെ, അത് പറയാൻ നീ ആരാടി? ഇതെന്റെ വീടാ. ഇവിടെ എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും. എങ്കിലും ആയിക്കോ. എന്റെ കൊച്ചിനെ കുടിയനാക്കാൻ സമ്മതിക്കില്ല ഞാൻ. എന്റെ വീട്ടിൽ എന്നെ മര്യാദ പിടിപ്പിക്കാൻ വന്നിരിക്കുന്നോടി. എന്താടി 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 നിന്റെ നാവിറങ്ങി പോയാ? നിങ്ങൾ ഇതിന് അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. ഞാൻ ഇറങ്ങുക. ഇനി ഒരിക്കലും ഈ പടി ഞാൻ ചവിട്ടില്ല. മക്കളെ, മനോഹര, അവള് ശരിക്കും പോഴടാ. ഇവളൊക്കെ എവിടെ പോവാൻ? ഇരട്ടി സ്പീഡിൽ ഇവളൊക്കെ തിരിച്ചു വരില്ലേ? മോനെ, ഇത് കുടിക്ക്. രാവിലെ കുളിച്ചതിന്റെ തണുപ്പ് മാറിക്കോട്ടെ.
നാളെയോ മറ്റന്നാളോ നീ പോയി അവളെ വിളിച്ചോണ്ട് വരണം. പോണം. ഞാൻ ചെന്ന് വിളിച്ചില്ലാന്ന് വേണ്ട. നീ ഒന്ന് ചെന്നാ മതി, അവളിഞ്ഞു പോരും. അതെനിക്കറിയാം. കാലം കുറെ ആയില്ലേ ഈ പതിവ് തുടങ്ങിയിട്ട്. എല്ലാത്തിനും ഒരു അവസാനം വേണം. എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട്, പറഞ്ഞോട്ടെ? അമ്മ ധൈര്യമായിട്ട് പറഞ്ഞു. മനോഹരൻ മനസ്സുകൊണ്ട് മാറാൻ തീരുമാനമെടുത്തു. ഈ വരുന്ന വൃശ്ചികത്തിൽ നീ അച്ചുവിനെയും കൂട്ടി മല കയറണം. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പോ ഇക്കാര്യം ആലോചിച്ചേ ഉള്ളൂ. ഞങ്ങള് മാത്രല്ല, അമ്മയും കൂടെ വരണം. അമ്മയ്ക്ക് സന്തോഷമായി മോനെ. നിന്റെ അച്ഛന്റെ ശീലമായിരുന്നു മുടങ്ങാതെയുള്ള മലകയറ്റം. അതുകൊണ്ട് അങ്ങേർക്ക് ഉയർച്ചയേ ഉണ്ടായിട്ടുള്ളൂ. മോനും അതുപോലെ നല്ല പണിക്കാരനാവണം. അല്ലേ, ഇതെന്ത് പറ്റി? പതിവില് ഒരുപാട് നേരത്തെ നീങ്ങി എത്തിയല്ലോ. പണിക്കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധിക്കണമെന്ന് തോന്നി. അതെന്തായാലും നന്നായി. നിന്റെ അച്ഛന്റെ ശീലമാണത്. തന്നെയുമല്ല, ദൈവാധീനത്താൽ ആ കഴിവ് അല്പം പോലും ചോരാതെ നിനക്ക് കിട്ടിയിട്ടുമുണ്ട്. ഇനിയെങ്കിലും നീ ഇത് പാഴാക്കാതെ ജീവിക്കണം. അതിനുള്ള ശ്രമ അല്പം വൈകിയെങ്കിലും. പിന്നെ ഞാൻ മദ്യപാനം നിർത്താൻ തീരുമാനിച്ചു. നന്നായി വരട്ടെ. മഹാഭാഗ്യമായി കരുതുക നിനക്കിപ്പോൾ ഇങ്ങനെ തോന്നിയത്. ശരീരത്തിലെ ഓരോ അവയവത്തെയും ഇഞ്ചിഞ്ചായി കൊല്ലുന്ന മാരക വിഷമാണ് മദ്യം. എന്താ വേണ്ടത്? ഒരു കസവുണ്ട് വേണം. അല്ല, അതിന്റെ മുകളിലത്ത്. ഇതാണോ? ഇത് വില കൂടുതലാ. അത് കുഴപ്പമില്ല. ഇത് മതിയോ? ആ മതി. എല്ലാം പോയിട്ട് 2 ലാർജ് അടിക്കാനുള്ള കാശുണ്ട്. മോനെ മോനെ, എന്നും നിനക്ക് ഇതുപോലെ വന്ന് കേറിക്കൂടെ? അല്ലെങ്കിൽ വേണ്ട. തേടിയ വള്ളി കാലിൽ ചുറ്റിയെന്ന് പറയത്തില്ലയോ? അതാ ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അണ്ണനെയും കൂട്ടി മല കയറാൻ വന്നതാ. കറുവാലിക്കുന്നിൽ കാലെടുത്ത് വെച്ചതും അണ്ണനിതാ മുന്നിൽ. ഇന്ന് നമ്മൾ അടിച്ചു പൊളിക്കാൻ പോവല്ലേ? അയ്യോ പവിത്ര, ഇന്ന് എന്നെ വിട്ടേക്ക്. വീട്ടിൽ ചെന്നിട്ട് ഒരിടം വരെ പോണം. അതാ നേരത്തെ പണി നിർത്തി വന്നത്. ചുമ്മാ വെയിറ്റ് ഇടാതെ മനോഹരണ്ണ, ഒക്കെ നമ്മുടെ ചെലവാ. അണ്ണനൊന്ന് വന്നിരുന്ന് തന്നാ മാത്രം മതി. അല്ല, ഞാൻ ഇനി കുടിക്കുന്നില്ല. അതുകൊണ്ട് ഭൂമി പിളർന്ന് 2ആയി പോകുന്നു പറയാത്തത് ഭാഗ്യം. പൊക്കിയെടുത്ത് വണ്ടിയിലോട്ട് വെക്കേ. അണ്ണനില്ലാതെ നമുക്കെന്ത് ആഘോഷം? വാണ ഇങ്ങോട്ട് നടന്നേ. ഇങ്ങോട്ട് മാറ് മനുഷ്യ അങ്ങോട്ട്. ആരൊക്കെയോ വരുന്നുണ്ടല്ലോ. അല്ല, ഇതാരൊക്കെയാണ് ഈ മല കയറി വരണത്? ഇങ്ങോട്ടൊക്കെ ഈ പവിയും പിള്ളാരും ഒക്കെ വന്നിട്ട് കാലം കുറെ ആയല്ലോ മനോഹരണ്ണ. അത് ശരിയാ. അതിനെന്താക്ക, അതും അതിന്റെ പലിശയും പലിശയുടെ പലിശയും ഒക്കെ ചേർത്ത് ഇന്ന് ഇവിടെ കാണിക്ക് വെച്ചിട്ട് ഞങ്ങൾ ഈ കുന്നിറങ്ങും. അപ്പൊ ഇന്നെന്നെ ഉറക്കത്തില്ലാന്ന് തന്നെ. എല്ലാം നല്ല സ്വയംവം സാധനങ്ങളാ. വാ കൊള്ളാം കൊള്ളാം.
എടി വാസന്തി, എന്താ? ഇത്തിരി എനിക്കും കൂടി താടി. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കച്ചവടം കഴിയുമ്പോ കുറച്ച് തരും. അപ്പം ഓന്തിയാ മതി. അണ്ണ, അണ്ണൻ ഈ മനോഹരം തരും. ഒന്നുമില്ലെങ്കിലും അണ്ണന്റെ കയ്യിൽ നിന്ന് ഞാൻ എത്രയോ വാങ്ങി കുടിച്ചിരിക്കുന്നു. കൊടുത്തോ? പിന്നൊരു ശല്യാവരുത്. ഇങ്ങനെയോ പോയാ പോരാ. പൂവാടേ കിളിമകളെ, പൂവാടേ കിളിമകളെ, വായിക്കാ പന്തലില് കളിക്കാൻ പോവാ. പൂവാടേ കിളിമകളെ, പൂവാടേ കിളിമകളെ, വായിക്കാ പന്തലില് കളിക്കാൻ പോവാ. പൂവാടേ കിളിമകളെ, പൂവാടേ കിളിമകളെ, വായിക്കാ പന്തലില് കളിക്കാൻ പോവാ. പൂവാടേ കിളിമകളെ. പെണ്ണിന്റെയും കൊച്ചിന്റെ കാര്യം അതോ ഇവനൊക്കെ വെറുതെ കെട്ടിച്ചു കൊടുത്തൊരു കൊച്ചും നല്ലൊരു കൊച്ചു ഇവനെ. എന്റെ അമ്മ ഒന്നെണീക്കല്ലേ, ഒന്നെണീക്കല്ലേ. ഞാൻ എന്താ വാങ്ങിക്കൊണ്ടുവന്നറിയോ? ഒന്നെണീക്കല്ലേ. നീ ഇനി കിടന്ന് മൂങ്ങിയിട്ട് എന്താ കാര്യം? നീ ജോലി കഴിഞ്ഞ് നേരത്തെ വീട്ടിലെത്തിയിരുന്നെങ്കിലേ ഈ അമ്മയെ ആശുപത്രി കൊണ്ടുപോയി രക്ഷിക്കാമായിരുന്നു. നീ തന്നെയാ നിന്റെ അമ്മയെ. എനിക്ക് എന്റെ അമ്മയുടെ അടുത്തിരിക്കണം. എവിടെ ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങള്? അമ്മ, അമ്മ. തള്ളയ്ക്ക് കൊള്ളി വെക്കാൻ പോലും കൊള്ളാത്തവൻ. അമ്മ. സമാധാനിക്കുക. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. അത് അവരുടെ വിധിയാണെന്ന് കരുതിയാൽ മതി. എന്നാൽ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. 1-2 ദിവസത്തേക്ക് പുറത്തിറങ്ങണ്ട, വീട്ടിൽ തന്നെ കാണണം എന്ന് കരുതി നീ ടെൻഷൻ അടിക്കണ്ട. ദാ ഇതിവിടെ ഇരിക്കട്ടെ. ബിവറേജിൽ നിന്ന് വാങ്ങിയതാ. പിന്നെ ഇതിന്റെ പങ്ക് പറ്റാൻ ഞങ്ങൾ നിൽക്കുന്നില്ല. ആവശ്യം പോലെ കഴിക്കാൻ നിനക്ക്.
മോനെ മോനെ മദ്യവും വിഷം തന്നെയാണ് കുടുംബത്തെ ആകെ നശിപ്പിക്കുന്ന വിഷം. ഇനി ഇത് വേണ്ട. അച്ഛാ